ഹലോ മച്ചമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. വല്യേട്ടൻ്റെ ആദ്യ ദിനത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കുക. ഇന്ന് നവംബർ 29-ന് 4Kയിൽ 25-ാമത്തെ വർഷം റിലീസിലെത്തിയിരിക്കുകയാണ് മമ്മൂക്കയുടെ വല്യേട്ടൻ എന്ന ചിത്രം. 4K റീമാസ്റ്റർ ചെയ്ത് വന്ന സിനിമയ്ക്ക് എല്ലാ തരത്തിലും ആളുകൾ പറയുന്നു മികച്ച ഒരു സിനിമയായി മാറുന്നു എന്നുള്ളത്. സമീപകാലത്ത് ഇറങ്ങിയ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും നല്ല ദൃശ്യമികവും ശബ്ദ ക്വാളിറ്റിയും ഉള്ള സിനിമ വല്യേട്ടനായി മാറുന്നു എന്നുള്ളതാണ്. 29-ാം തീയതി ഇന്നത്തെ ദിവസം ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് 14 ലക്ഷത്തോളം രൂപയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ലഭ്യമായ കണക്കുകൾ അനുസരിച്ചിട്ട് 17 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ ഒരു 25 ലക്ഷം രൂപയോളമായിരിക്കാം ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിയുന്നത്. മികച്ച ഒരു കളക്ഷൻ എന്ന് അവകാശപ്പെടാനൊന്നുമില്ല എങ്കിലും ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ വെച്ച് നോക്കുമ്പോൾ ഗംഭീര കളക്ഷൻ എന്ന് തന്നെ പറയാം. 4Kയിൽ റിലീസ് ചെയ്ത ഒരുപാട് സിനിമകൾ സമീപകാലത്തുണ്ട്. അതിലേറ്റവും കൂടുതൽ കളക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത് മണിച്ചിത്രത്താഴ് എന്നുള്ളതാണ്. 27 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് പ്രീസെയിലായി വന്നിരുന്നത്. എന്നിരുന്നാലും സിനിമയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ മണിച്ചിത്രത്താഴ് ഒരു മികച്ച സിനിമയായിരുന്നുവെങ്കിലും റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ ശബ്ദ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കും മാറ്റിയത് ഒരു കല്ലുകടി ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ വല്യേട്ടൻ്റെ കാര്യങ്ങളിൽ പറയുമ്പോൾ ആദ്യം കണ്ടതിനേക്കാൾ മികച്ച രീതിയിലാണ് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും സിനിമ ആദ്യ ദിനം മോശമല്ലാത്ത ഒരു ലെവൽ ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കളക്ഷൻ കൊണ്ട് ആരാധകർ നോക്കിയിരുന്നാൽ കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കിയത് കൊണ്ടും കാര്യമില്ല. തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇതിനകത്തിൽ കളക്ഷൻ വരികയുള്ളൂ എന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വീഡിയോ.